ഒരു ഫുൾ പച്ച ഗെയിം ഇടയ്ക്ക് വെച്ചിട്ട് ഞാനൊരു പരീക്ഷണം നടത്തി. ഒരു പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു പരീക്ഷണം. ഞാൻ ജസ്റ്റ് ഷോ കണ്ടപ്പോൾ ഞാൻ ചെയ്തു മറ്റേ വീഡിയോസ് മൊത്തം ഡിലീറ്റ് ചെയ്തത്. അല്ല ഗൈസ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് നല്ല രീതിയിൽ വീഡിയോസ് ഇടണം, അടിപൊളിയാക്കണം എന്നൊക്കെ കരുതിയിട്ട് ഒരു ചാനൽ തുടങ്ങി ചെയ്യും. ആ ചാനൽ ഇപ്പോൾ സെറ്റായിട്ട്, അതായത് പണ്ടത്തെ ചെറുപ്പത്തിൽ ഒരു ചോര തളർന്നു ചെറുപ്പത്തിൽ നല്ല ഒരു ഭ്രാന്തെടുത്ത് കിടക്കുന്ന സമയത്ത് ചെറുപ്പത്തിലാകുമ്പോൾ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് ഇട്ടു വീഡിയോസൊക്കെ ഇട്ട് സെറ്റായിട്ടൊന്നുമില്ല, ജസ്റ്റ് വീഡിയോസൊക്കെ ഇട്ട് സബ്ബൊക്കെ ഇത്ര 10 9 ഇത്രയൊക്കെ ആയപ്പോൾ മൊബൈൽ ജസ്റ്റ് കംപ്ലൈൻ്റ് ആയപ്പോൾ ആ ചാനലിങ്ങനെ പോയി. അതായത് അങ്ങനെ ജസ്റ്റ് സ്റ്റോറി അറിയാവുന്നതാണ്. ആ ചാനലിങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ആലോചിച്ചു ഇപ്പം എന്താ ചെയ്യുക, ചാനൽ പോയി. കാരണം ചാനൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ മൊബൈലേ പോയി. പിന്നെന്താ ചാനല് മൊബൈൽ സംഭവം എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് മൊബൈൽ പോയി എന്ന് പറയുമ്പോൾ മൊബൈൽ കയറുന്നു. ഇപ്പം അതിൻ്റെ ഇടയിൽ ഈ ചാനൽ പോയി. ഇപ്പം ചാനൽ പോകും, പക്ഷേ ഈ ചാനൽ നിങ്ങൾക്ക് നോക്കി കിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചാനൽ പോകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വീഡിയോസ് നോക്കി ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ തോന്നി ഇതിങ്ങനെ ആയി ഫോൺ കേട്ടൊരു ഫോൺ മൊത്തം കംപ്ലൈൻ്റ് ആവും. കാരണം ഡിസ്പ്ലേ ഒരു ഫുൾ പച്ചയൊക്കെയായിരുന്നു ഡിസ്പ്ലേ. പച്ച എന്ന് പറയുമ്പോൾ നമ്മളൊരു മങ്ങിയ പച്ച കളറായിരുന്നു ഡിസ്പ്ലേ. എന്നിട്ട് അതുമേ വർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഷോർട്സ് കാണാം യൂട്യൂബിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, അങ്ങനത്തെ പരിപാടി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ തന്നെ ഇങ്ങനെ ഡൗട്ട് അടിച്ചു, ഇനിയിപ്പോൾ ഇത് ഇപ്പം അടുത്ത് ഡിസ്പ്ലേ ഒക്കെ പോകും, പണിയാവും, ചിലപ്പോൾ മൊബൈൽ മൊത്തം റീസ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പം പോകും എന്ന് പറഞ്ഞിട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു മറ്റേ വീഡിയോസ് മൊത്തം ഡിലീറ്റ് ചെയ്താൽ ഞാൻ നമുക്ക് മെനക്കെടണ്ടാന്ന് ചെയ്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഫോൺ കിട്ടി. ആ ഫോൺ കിട്ടിയപ്പോൾ ഞാൻ അതിൽ ഒരു ചാനൽ തുടങ്ങി. ആ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അതിൽ മറ്റേ 50 സബ് 10 സബ് ചെയ്യണമെങ്കിൽ ഇതിൽ എത്ര 200 സബ് കിട്ടി. 200 സബ് കിട്ടിയുള്ളൂ. ഞാൻ 200 സബ് കിട്ടി. ആ ടൈമിൽ 200 സബ്ബൊക്കെ പറഞ്ഞാൽ നല്ല സന്തോഷത്തിൻ്റെ ടൈമിൽ 100 സബ് നല്ല പുലി പറഞ്ഞാൽ പുലിവിൻ്റെ പുലി വരും. ആ ടൈമിൽ 50 സബ് ആയപ്പോൾ തന്നെ നല്ല പുലിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ വീഡിയോസ് കിട്ടി ക്ലിയറായി. നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുത്ത്, അടിപൊളി പറയുമല്ല, നിങ്ങൾക്ക് ആ ചാനലിൽ പോയാണെങ്കിൽ ഞാനിവിടെ അതിൻ്റെ പേര് ഇപ്പം എന്തെന്ന് ഓർമ്മയില്ല, ചാനലിൻ്റെ പേര് നോക്കിയിട്ട് സൈഡിൽ കൊടുക്കാം, ഏതെങ്കിലും ഒരു സൈഡിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ടൈപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതിൽ കയറി നോക്കിയാൽ. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ കിട്ടുന്നത് എന്തായാലും കിട്ടും, ചാനൽ കിട്ടും. അപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കണം വേണ്ട, കാരണം അതിൽ പഴയ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊരു മെമ്മറി ആയിട്ടാണ് നോട്ട് ചെയ്ത് കയറ്റിയിട്ടാണ് ഞാൻ ഡിലീറ്റ് ആക്കി. അപ്പോൾ അങ്ങനെ കയറ്റിയിട്ട് ഇതിൽ വീഡിയോ എഴുതിയിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സാരല്ല എന്നൊക്കെ. അപ്പോൾ പിന്നെ അത് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം ചെയ്തു. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ചാനലൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, വീഡിയോസൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്, കരുതിയെന്നല്ല ഉണ്ടായിരുന്നു, ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി ഫോണ് മൊത്തത്തിൽ സ്റ്റോറേജ് ഇഷ്യൂ ആയി മൊത്തം. പിന്നെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തിട്ട് സ്റ്റോറേജ് ശരിയാവുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ മൊത്തത്തിൽ ഇതായിട്ട്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ മെയിൽ ഐ ഡി പാസ്വേഡ് ഞാൻ മാറ്റിയില്ല, ഇതിൻ്റെ മെയിൽ ഐ ഡി പാസ്വേഡ് മാറ്റി 2 സ്റ്റെപ്പ് ഓൺ ആക്കിയിട്ടൊക്കെ ഓഫാക്കി. പക്ഷേ ഏതോ നിൻ്റെ ഞാൻ ഓഫാക്കാൻ മറന്നു ഡൗട്ട് അടിച്ചു. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് തോന്നാം. എന്നിട്ട് ഈ മെയിൽ ഐ ഡി പാസ്വേഡ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ തിരിച്ച് മെയിൽ ഐ ഡി ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇപ്പം ഈ ചാനലിൽ മെയിൽ ഐ ഡി ഞാൻ ലോഗിൻ ചെയ്യാം. കാരണം ഈ ചാനലിൽ അപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് ചാനലിൽ വെറുതെ വെച്ചിരിക്കുന്നു, വെറുതെ ഏതെങ്കിലും വീഡിയോസ് ഇട്ടിട്ട് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അതിൽ പക്ഷേ ആ ടൈമിൽ ഞാൻ ഇതിലൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലേക്ക് ഒന്ന് ക്വിക്കായിട്ട് അതിനേക്കാളും സബ് ഈ ചാനലിലുണ്ടായിരുന്നു. അപ്പോൾ ആ ചാനൽ ചുവാണ്. അപ്പോൾ ഈ ചാനലിൽ വെച്ചിട്ട് ആ ടൈമിൽ ഈ ചാനലിൽ അതിനേക്കാളും കുറച്ച് സബ് അധികം ഉണ്ടായിരുന്നുണ്ടോ. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്താൽ എന്നാൽ ഇപ്പം മറ്റേത് ആവശ്യമാണ്, മറ്റേത് ഇങ്ങനെ മോഹം കാണിച്ച് ക്ലിയർ ആക്കി അടിപൊളിയായിട്ട് വീഡിയോസ് ഇടാതെ എഴുതിയിട്ട് അങ്ങനെ എന്ത് ചെയ്തു. ഇത് പിന്നെ വല്ല ആരെങ്കിലും വീഡിയോ ഇട്ടിട്ട് അങ്ങനെയാണ് വേറെ ആൾക്കാർ വീഡിയോ ഇട്ടിട്ട് അടച്ച് കിട്ടിയത്, സബ് കിട്ടിയത്. പിന്നെ അത് പക്ഷേ എൻ്റെ ആൾക്കാർ തന്നെയാണ്, വേറെ ആൾക്കാരല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് സെറ്റാക്കി. അപ്പോൾ എന്നാലിപ്പോൾ ഇത് ഉണ്ടല്ലോ. പക്ഷെ ആ സംഭവം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പില്ലേ, 2 സ്റ്റെപ്പിന് ഓഫാക്കാൻ മറന്നു. കാരണം ഞാൻ ഏതോ ഇതിൻ്റെ 2 സ്റ്റെപ്പിന് ഓഫാക്കിയിട്ടില്ല, ഇതിൻ്റെ ഒരു ഡൗട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഞാൻ ചെയ്യും ഇനിയിപ്പോൾ 2 സ്റ്റെപ്പ് ഇനിയിപ്പോൾ ഏതിൻ്റെ ഓഫാക്കാതെ ഡൗട്ട് അടിച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്തു, എല്ലാവരും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്തു. പിന്നെ കുറേ 2-3 വേറെ അക്കൗണ്ട് തന്നെ, അതൊക്കെ ലോഗിൻ ചെയ്തു. പക്ഷേ ഈ ചാനൽ ഉണ്ടായിരുന്നു, ഞാൻ മതി സബ് ചെയ്യാറുണ്ട്, അതിൽ വീഡിയോസ് ഇട്ട് റെഡി ആക്കാറുണ്ട്. ആ
ആ ചാനൽ നോക്കിയപ്പോൾ ആ ചാനൽ വരുന്നില്ല. സംഭവം എന്താ, അതിൻ്റെ 2 സ്റ്റെപ്പ് ഓഫ് ആക്കിയിട്ടില്ല. അങ്ങനെ അത് പോയി, അപ്പം തന്നെ പോയി. അപ്പം മനസ്സിലാക്കാം ചാനൽ പോയി. ഇപ്പം 2 സ്റ്റെപ്പ് ഓഫാക്കിയാലും ഓഫാക്കിയിട്ടില്ലെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നും അറിയില്ല. നീ നോക്കണം എങ്ങനെയൊക്കെ തിരിച്ചെടുക്കണം. എന്നാലുള്ള അതൊന്ന് തിരിച്ചെടുത്തിട്ട് അതൊന്ന് വേറാക്കി കാണാൻ പറ്റാത്ത രീതിയിലാക്കണം. അതിന് നമുക്ക് പഴയ വീഡിയോസാണ് ചിലപ്പോൾ കുത്തി പോക്കിയാലും പറഞ്ഞില്ല. വീട്ടുകാരും ചിലപ്പോൾ തുണക്കാരന്മാരും ഒക്കെ ഇട്ടിട്ട് ഊക്കി വിടാൻ സാധ്യതയുണ്ട്. ചെറിയ പണ്ടത്തെ വീഡിയോസാണ്. പണ്ടത്തെ വീഡിയോ പറഞ്ഞാൽ അപ്പുറത്ത് ടോപ്പ് വീഡിയോസ് ഉണ്ട്. അത് ചിലപ്പോൾ ഊക്കി വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് കണ്ടാൽ അവർ കാണാനായിട്ട് ആർക്കും എന്തായാലും ഇപ്പം കുഴപ്പമില്ല. അപ്പം ഇനി എന്തായാലും അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ നോക്കിയാൽ മതി. സപ്പൊന്നും ചെയ്തില്ല ഒരു കുഴപ്പമില്ല. സപ്പൊന്നും ചെയ്യണ്ട, ഇതിലൊന്ന് സബ് ചെയ്യും. അതിൽ സബ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അത് ഇതിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യും. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അത് പോയി ഉറപ്പായി. അപ്പോഴാണ് ഞാൻ ഈ ചാനലിൽ കയറിയത്. ഈ ചാനലിൽ പിന്നെ അപ്പം എന്നിട്ട് ഈ ചാനലിൽ ഞാൻ ഒരു ഇവിടെ പോയി ഇതുണ്ടായിരുന്നു, പാലക്കാട് ഫെസ്റ്റിന് പോയപ്പോൾ ഇതിൻ്റെ ഒന്നും നിങ്ങൾക്ക് ഇന്ന് വീഡിയോസ് ഇടായിട്ട് പാലക്കാട് ഫെസ്റ്റിന് പോയപ്പോൾ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് നല്ല ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് ഞാൻ ചെയ്തു ഇതൊന്നും തുടങ്ങാം. അപ്പോൾ അതിൽ ഷോർട്സ് ഇട്ടിട്ട് മറ്റേ പിന്നെ കുറച്ച് ദിവസം വീഡിയോസ് ഒക്കെ ഇട്ട് ഒരു വീഡിയോ ഇട്ട് എന്താ ആഴ്ചയിലേക്ക് വീഡിയോ ഒക്കെ ഇടാന്നൊക്കെ കയറ്റി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോസ് ഇടാതായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആഴ്ചയിലൊരു വീഡിയോ ഇടുമ്പോൾ അപ്പ് കിട്ടും. അതായത് കുറച്ച് കയറി വരുന്നുണ്ട്, അപ്പ് കയറിയാണ്. അപ്പോൾ പിന്നെ കുറേ ഇടക്കിച്ച് കുറേ ആയിട്ട് ഡൗൺ ആയിരുന്നു. പിന്നെ ഇങ്ങനെ കയറിയപ്പോൾ അപ്പ് ഇങ്ങനെ വരുന്നുണ്ട്, അപ്പായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സന്തോഷം തോന്നും അപ്പാവുന്നത്. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിലൊക്കെ ഓരോരു ഷോർട്സ് ഇടാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനൊരു പരീക്ഷണം നടത്തി. ഒരു പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു പരീക്ഷണം. അത് ഞാൻ ജസ്റ്റ് ഷോർട്സ് ആക്കി ഇട്ടതുള്ളൂ എനിക്ക് ഓർമ്മ. പിന്നെ ഞാൻ സന്തോഷമല്ലേ ഫുൾ ടൈം കാരണം പറഞ്ഞ കാര്യമല്ല. ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്നേ യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു മെസ്സേജ്. ഇനി ഈ വീഡിയോയിലേക്ക് ഞാൻ വാണിന്ന് നിന്ന് ഇട്ട് കഴിഞ്ഞാൽ സ്ട്രൈക്ക് തരും എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ബ്ലോക്ക് ചെയ്തു. യൂട്യൂബ് എന്നെ ബ്ലോക്ക് ചെയ്തു. ഇട്ട് കഴിഞ്ഞാൽ സ്ട്രൈക്ക് തരും, ഇനി ഈ വീഡിയോ ഡെലിവറി. അപ്പോൾ ഒന്നും കത്തിയിട്ടില്ല. പാട്ടിൻ്റെ ഇഷ്യൂക്കാരൻ, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂക്കാരൻ എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം ഇതിൻ്റെ പാട്ട് മാറ്റി വേറെ പാട്ടിട്ട് ഈ സെയിം വീഡിയോനെ അപ്ലോഡ് ചെയ്തു. അപ്പം തന്നെ മനസ്സിലായി, മെസ്സേജ് വന്നപ്പോൾ തന്നെ മനസ്സിലായി സ്ട്രൈക്ക് കിട്ടി. ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ തന്നെ ടെൻഷനായി. ചാനൽ പോകും. കാരണം 3 സ്ട്രൈക്ക് കിട്ടിയാൽ ചാനൽ പോകുന്നതിൽ ഇരിക്കുന്നു. ഒന്ന് കിട്ടിയിരുന്നു. ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടി, ഗൈഡ്ലൈൻ സ്ട്രൈക്ക് പറയും. അപ്പം അതിൻ്റെ ഗൈഡ്ലൈൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട്, അത് വെച്ചറിയില്ല, നമുക്കറിയില്ല, കാരണം റൂൾസ് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇട്ടിട്ട് സ്ട്രൈക്ക് കിട്ടിയ ടൈമിൽ അതിൻ്റെ അടിയിൽ എഴുതിയിരുന്നു 7 ദിവസം വെയിറ്റ് ചെയ്യാൻ. പിന്നെ 7 ദിവസം വെയിറ്റ് ചെയ്തു, ഇടാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ അടിയിൽ കാണിക്കുന്നത് 9 days എന്ന് വരും. അപ്പം 9 days 9 ദിവസം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇട്ടു. അപ്പം സെയിം അപ്പം സംഭവം കാണിക്കാൻ അറിയും. ഈ സെയിം വീഡിയോയിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, പാട്ട് വേണ്ട, നമുക്ക് പാട്ടില്ലാതെ ഇടാം. രീതി പാട്ട് മൊത്തം ഒഴിവാക്കിയിട്ട് പാട്ടില്ലാതെ ഇട്ടു. കിട്ടി സ്ട്രൈക്ക്. പിന്നെ അടിച്ചു തന്ന സ്ട്രൈക്ക്. സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഗണേഷ് സ്ട്രൈക്കിൽ പറയുന്നത് കുറച്ച് അപകട കാര്യങ്ങളൊന്നും പാടില്ല. നല്ല അപകടം. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി വിളിച്ചു കഴിഞ്ഞാൽ അവർ നല്ല അപകടം ദീപാറും പലാക്കുന്ന ദീപോടുന്നൊക്കെ ഇടുമ്പോൾ ദീപോടുമ്പോഴും അപകടത്തിലെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഒരു വാണി കൊടുക്കില്ലേ. നമുക്ക് അതൊന്നും അറിയില്ല, നമ്മളങ്ങനെ നേരം കിട്ടും. പക്ഷെ ഞാനങ്ങനത്തെ വീടിന് ഇടാൻ പോണില്ല. വെയ്യ നമ്മൾ ഞാൻ എൻ്റെ ഭാഷയോട് വെച്ചാറാണ്, വെയ്യ അത്രേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇട്ടപ്പോൾ എന്ത് ചെയ്തു, സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനായി. രണ്ടാമത്തെ സ്ട്രൈക്ക് കൂടി കിട്ടിയപ്പോൾ നല്ല ടെൻഷനാണ്. അപ്പം ഞാൻ നേരെ ജെമിനോട് പറഞ്ഞിട്ട് ഈ ഇത് വിട്ടു കൊടുത്തു, ഈ ഫോട്ടോ വിട്ടു കൊടുത്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടു കൊടുത്തു. സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ ഇതിട്ടു എന്താണ് സംഭവം, പ്രശ്നം എന്താണെന്ന് അറിയാം. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഫുൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജെമിനി കൊടുത്തു. ജെമിനി ഇതിങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. അത് എന്താണ് ഗൈഡൻസ് മിസ്റ്റേക്ക് ഉണ്ട്, ഗൈഡൻസ് മിസ്റ്റേക്കിൻ്റെ റൂൾസ് പാലിച്ചാത്തതുകൊണ്ട് അത് കിട്ടിയാണ്. അപ്പോൾ റൂൾസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അപ്പം ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എക്സ്പെരിമെന്റ് നടത്തിയത് അലാക്കിന്റെ തീ പോയി. അത് പക്ഷെ തിരക്കുന്ന പ്രശ്നമാണ്. അലാക്കിന്റെ തീ പോയി പറഞ്ഞാൽ ജസ്റ്റ് അത് ഇപ്പം വെച്ചാൽ തീ വന്നു. അത് ഞാൻ പിന്നെയും സെയിം സാധനങ്ങൾ കണ്ടപ്പോൾ നല്ല അടിപൊളിയായി തോന്നുന്നത്. പിന്നെയും അങ്ങനെ തീ വന്നു, തീ അങ്ങനെ കുറച്ച് പ്രശ്നമായി. അപ്പോൾ അതിൽ വലിയ തീ വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഫോട്ടോ കിട്ടില്ല. പക്ഷെ ആ വീഡിയോ കിട്ടിയത്, പക്ഷെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ചെറിയ തീ വന്നതിൻ്റെത് ഞാൻ ഇവിടെ ഫോട്ടോ കാണിക്കാം. പക്ഷെ ആ ഡിലീറ്റ് ചെയ്ത് തോന്നുന്നുണ്ട്. അത്
ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചുതരാം, ഇല്ലെങ്കിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് ഡൗട്ട്, നല്ല ഡൗട്ടായി. പിന്നെ പറഞ്ഞു ഒരു 20 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഒരു 14 ദിവസം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, അതായത് 2 ആഴ്ച വെയിറ്റ് ചെയ്തു. എന്നിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കി, നടന്നില്ല. അപ്പം തിരിച്ച് ഈ സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുത്തിട്ട് എന്താ ജിമ്മിക്ക് കൂട്ടി എന്നാ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ പറഞ്ഞു എന്നോട് എന്താണ് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഒരു 20 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 20 ദിവസം വെയിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എന്നിട്ട് ഞാൻ ഷോർട്സ് ഇട്ട് ഇത് വർക്കിംഗ് ആണത് സംഭവം ക്ലിയർ ആയോ, വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടോ അറിയാം. ക്ലിയർ ആവണമെങ്കിൽ 90 ദിവസം വെയിറ്റ് ചെയ്യണം. അതായത് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടോക്കെ. അപ്പോൾ സംഭവം വരുന്നുണ്ട്. പിന്നെ ഞാൻ 1, 2, 3 ദിവസത്തിന് ചാനൽ നോക്കിയില്ല, ചാനൽ മെയിൻ ചെയ്തില്ല. പിന്നെ ഞാൻ ജസ്റ്റ് കയറി. അപ്പോൾ ഓക്കെ സ്ട്രൈക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട്. സ്ട്രൈക്ക് പോകണമെങ്കിൽ 90 ദിവസം വെയിറ്റ് ചെയ്യണം. വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സമാധാനം, വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ കുറേ ദിവസമാണ്. ഇപ്പോൾ 2, 3, 4 ആഴ്ചയിലേക്ക് ആ വീഡിയോ ഇട്ടിട്ട് 4 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയിലേക്ക് പിന്നെയാണ് ഞാൻ അപ്പോൾ ആ ഒരു വീഡിയോ ഇടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ട്രൈക്ക് എന്തെങ്കിലും പ്രശ്നം, ആ വീഡിയോ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ചാനൽ പോയിരിക്കും. കാരണം 2 സ്ട്രൈക്ക് കിട്ടി, ഇനി 3ാമത്തെ സ്ട്രൈക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ പോകും. എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് ക്ലിയർ ആയി. ഇപ്പോഴത്തെ എന്താ അവസ്ഥ അറിയില്ല. യൂട്യൂബിൽ നിന്ന് റെഡി ആക്കി ഇനിയും നല്ല വീഡിയോസ് കിട്ടി ക്ലിയർ ആക്കിയിരിക്കണം. ഈ ചാനലില് പിന്നെ ഞാൻ ഈ ചാനൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും വലിയ ആവുകയില്ല. എന്തായാലും വരുന്നത് വരും, നമുക്ക് തടയാൻ പറ്റില്ല, വരുന്നത് വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ പറഞ്ഞാൽ കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാണ്ടാവില്ല. ഇത് കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഉണ്ടാവുമെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് ഓ ഹായ്ന്നോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാൻ മതി. അപ്പോൾ എന്താ മനസ്സിന് സമ്മതമാണ്. എന്തെങ്കിലും കമൻറ്റ് ഇടാം, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്തു കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സ്റ്റോറി പോലെ പറയാമെന്നാണ്